ഓണക്കാലമായതോടെ ചിറ്റാറ്റുകരയിലും പരിസരങ്ങളിലും പപ്പട നിർമ്മാണം ഊർജിതമായി. തലമുറകളായി പപ്പട നിർമ്മാണം നടത്തുന്ന നിരവധി കുടുംബങ്ങൾ ചിറ്റാറ്റുകരയിലുണ്ട്. ശുദ്ധമായ ഉഴുന്നുമാവും ഉപ്പും ചേർത്ത് കുഴയ്ക്കുന്നതോടെ പരമ്പരാഗത രീതിയിലുള്ള പപ്പട നിർമ്മാണത്തിന് തുടക്കമാകും. ഇവ ചെറിയ ഉരുളകളാക്കി അരിമാവ് ചേർത്ത് പരത്തിയെടുക്കും. ഉപ്പുവെള്ളത്തിൽ മുക്കി ഉണക്കിയെടുക്കുന്ന ചണച്ചാക്കിൽ വെച്ച് ഉണക്കിയെടുക്കുന്നതോടെ പപ്പടം തയ്യാർ. ആനയടി പപ്പടം, ചെറിയ പപ്പടം, മുളക് പപ്പടം, മസാല പപ്പടം, ജീരക പപ്പടം തുടങ്ങി വിവിധ രുചികളിലും വലിപ്പത്തിലുമായി 20ഓളം ഇനം പപ്പടങ്ങളുണ്ട്. കാര്യമായ വരുമാനമില്ലാത്തതിനാൽ പുതിയ തലമുറയിലുള്ളവർ ഈ രംഗത്തേക്ക് കടന്നു വരുന്നില്ല. അസംസ്കൃത വസ്തുക്കളുടെ വിലയും തൊഴിലാളികളുടെ കൂലിയും വർദ്ധിച്ചതനുസരിച്ച് പപ്പടത്തിന് വിലയും ലഭിക്കുന്നില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിലക്കുറവിൽ പപ്പടം വിപണിയിലെത്തുന്നതും ഈ തൊഴിൽ മേഖലയ്ക്ക് കടുത്ത ഭീഷണി ഉയർത്തുന്നതായി കാക്കശ്ശേരിയിലെ പാരമ്പര്യ പപ്പട നിർമ്മാണ കേന്ദ്രമുടമ വടക്കത്ത് പ്രതാപൻ പറഞ്ഞു. ഇപ്പോൾ ഈ തൊഴിലില് ഭയങ്കരധികം പ്രശ്നങ്ങളാണ്. നമുക്ക് തൊഴിലാളികളെ വിചാരിച്ച പോലെ കിട്ടുന്നില്ല. അതുപോലെ തന്നെ മാവ് സാധനങ്ങൾക്കൊക്കെ വില കൂടുതൽ, കവറ്, എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ്. അപ്പോൾ നമുക്ക് തൊഴിൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര പ്രയാസമുണ്ട്. അതുപോലെ മാർക്കറ്റിൽ വിചാരിച്ച പോലെ റേറ്റ് കിട്ടാത്ത പ്രയാസങ്ങൾ. ഇപ്പോൾ ഈ മിഷൻ പപ്പടം വന്നതിന് ശേഷം നമുക്ക് മാർക്കറ്റിൽ വില തീരെ കൂട്ടി കിട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം എന്താ വെച്ചാൽ അവർക്ക് പണിക്കൂലി കുറവായിട്ട് വരുള്ളൂ, നമ്മൾ പണിക്കൂലി എപ്പോഴും കൂടുതൽ വരും. അപ്പോൾ മാർക്കറ്റിൽ ആ വ്യത്യാസം വരുമ്പോൾ നമ്മളെ പപ്പടം വാങ്ങാനായിട്ട് ആൾക്കാർ കുറവാണ്. മുൻപ് 70-ലേറെ പാരമ്പര്യ പപ്പട നിർമ്മാണ യൂണിറ്റുകൾ ചിറ്റാറ്റുകര മേഖലയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ 30-ൽ താഴെ യൂണിറ്റുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. യന്ത്രവൽക്കരണം കൊണ്ടുവന്ന് പ്രതിസന്ധി മറികടക്കാനാണ് ചില യൂണിറ്റുകളുടെ ശ്രമം. പാരമ്പര്യ നിർമ്മാണ മേഖല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും പപ്പടമില്ലാത്ത ഓണസദ്യയെക്കുറിച്ച് മലയാളികൾക്ക് ചിന്തിക്കാനാകില്ലെന്നത് വേറെ കാര്യം. TCV ന്യൂസ്, പാവറട്ടി.